إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും കർമ്മങ്ങളും സ്വീകരിക്കുകയും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നൽകി നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയും കടന്നു പോകുമ്പോൾ മനുഷ്യർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മനുഷ്യർ ചിന്തിക്കുന്നതിന് വേണ്ടിയും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയും ധാരാളം ഉപമകൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഉപമകൾ ഉപമിക്കുന്നത് ആ ഉപമകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഉപമയുടെ രൂപത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് പ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ വിവിധ തരത്തിലുള്ള ഉപമകൾ വിവരിച്ചിരിക്കുകയാണ്.
വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല. ഏതു വസ്തുവിനെ എടുത്താലും അതിനേക്കാൾ തർക്ക സ്വഭാവമുള്ളവനാണ് മനുഷ്യൻ. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി തർക്കിക്കാനുള്ള ഒരു പ്രത്യേകമായ സ്വഭാവമുള്ളവനായതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ തരത്തിലുള്ള ഉപമകൾ വിവരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. വിശ്വാസികൾ ഈ ഓരോ ഉപമകളിൽ നിന്നു തന്നെ പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു ഖുർആനിൽ ചിന്തനീയമായി വിവരിച്ച ചില ഉപമകളെ കേട്ടുകൊണ്ട് മുശ്രിക്കുകൾ അതിനെ പരിഹസിക്കുകയുണ്ടായി. മുശ്രിക്കുകളുടെ പരിഹാസത്തിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി കൊടുത്തുകൊണ്ട് തന്നെ അതിനെ റദ്ദു ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, "ലമ്മാ ദക്കറല്ലാഹുൽ അൻകബൂത്ത് വദ്ദുബാബ്." അൻകബൂത്തിനെയും ചിലന്തിയെയും ഈച്ചയെയും കൊണ്ട് അല്ലാഹു ഉപമിച്ചപ്പോൾ ഖാലൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, "മാ ബാലുൽ അൻകബൂത്ത് വദ്ദുബാബ്." എന്തിനാണ് ചിലന്തിയെയും ഈച്ചയൊക്കെ കൊണ്ട് ഇങ്ങനെ ഉപമിക്കുന്നത് എന്ന് മുശ്രിക്കീങ്ങൾ ചോദിച്ചു. ഖുർആൻ ഫഅൻസലല്ലാഹു തആല ഹാദിഹിൽ ആയ. എന്തിനാണ് ചിലന്തിയെയും ഈച്ചയും കൊണ്ട് ഇങ്ങനെ ഉപമിക്കുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്. ആയത്തിപ്രകാരമാണ് സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ വമാ ഫൗഖഹാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയില്ല. എന്തിനാണ്? ഉപമ പറയുന്നതിന് വേണ്ടി ഒരു നിസാരമായ കൊതുകിനെ കൊണ്ടോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ജീവിയെ കൊണ്ടോ ഉപമ പറയുന്നതിൽ അല്ലാഹു ഒരിക്കലും ലജ്ജിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ മറുപടി കൊടുക്കുകയാണ് മുശ്രിക്കീങ്ങൾക്ക്. ധാരാളം ആയത്തുകളിലൂടെ കടന്നുപോയാൽ അൻകബൂത്തിലെ 43-ാമത്തെ ആയത്തിൽ കാണാം, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഇത്തരം ഉപമകൾ നടത്തുന്നത് അറിവുള്ള ആളുകൾ, അവരല്ലാതെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആളുകൾക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഉപമകൾ നടത്തുന്നത് എന്ന് കാണാൻ കഴിയും. അപ്രകാരമുള്ള ഉപമകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തേനീച്ചയെ ഉപമിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. തേനീച്ച എന്ന ആ ജീവിയിൽ ഒട്ടേറെ അത്ഭുതങ്ങളുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രാണിയെ പോലെയല്ല തേനീച്ച. തേനീച്ചയെക്കുറിച്ച് വിശദമായി പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തേനീച്ച പുറന്തള്ളുന്ന തേനിൽ ശിഫയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേനീച്ച എന്ന ജീവിയിൽ വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഖുർആനിൽ കാണാം, സൂറ നഹ്ലിൽ, വഔഹാ റബ്ബുക ഇലൻ നഹ്ലി. നബിയെ, താങ്കളുടെ റബ്ബ് തേനീച്ചയ്ക്ക് ദിവ്യബോധനം നൽകിയിരിക്കുന്നു. എന്താ ദിവ്യബോധനം നൽകിയത്? അനിത്തഖദീ മിനൽ ജിബാലി ബുയൂതൻ. പർവ്വതങ്ങളിൽ ആ തേനീച്ചയ്ക്കുള്ള വീട് നിർമ്മിക്കുവാൻ വേണ്ടി തേനീച്ചയ്ക്ക് അല്ലാഹു ബോധനം നൽകിയിരിക്കുന്നു. വമിൻ ഷജരി, അതേപോലെ തന്നെ മരങ്ങളിൽ വീടുണ്ടാക്കാൻ വേണ്ടി തേനീച്ചയ്ക്ക് അല്ലാഹു ദിവ്യബോധനം നൽകിയിരിക്കുന്നു. വമമ്മാ യഅരിശൂൻ, അതേപോലെ തന്നെ മനുഷ്യർ അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയ വലിയ കെട്ടിടങ്ങളിൽ, എടുപ്പുകളിൽ ഭവനമുണ്ടാക്കുവാൻ വേണ്ടി തേനീച്ചയ്ക്ക് അല്ലാഹു ദിവ്യബോധനം നൽകിയിരിക്കുന്നു. നോക്കൂ, നമുക്ക് കാണാൻ കഴിയും. മരങ്ങളിൽ തേനീച്ചയുടെ വീടുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ പർവ്വതങ്ങളിൽ അത് കൂടുണ്ടാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കൂ, വലിയ വലിയ കെട്ടിടങ്ങളിൽ, 10ഉം 14ഉം നിലയുള്ള കെട്ടിടങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗത്തായി തേനീച്ച അതിൻ്റെ വീടുണ്ടാക്കി താമസിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതെങ്ങനെ സാധിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയുടെ റബ്ബ്,
തേനീച്ചയ്ക്ക് ദിവ്യബോധനം നൽകിയതാണ്. പിന്നീട് അള്ളാഹു പറയുന്നു അതിനോട്, സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, തേനീച്ചയോട് അള്ളാഹു ദിവ്യബോധനം നൽകുകയാണ്, എല്ലാ വിശിഷ്ട ഫലങ്ങളിൽ നിന്നും തിന്നുകൊള്ളുക. ഫസ്ലുകി സുബല റബ്ബിക ദുലുല, എന്നിട്ട് സുഗമമായ നിലയിൽ നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫു അൽവാനുഹു, എന്നിട്ട് അതിന്റെ വയറ്റിൽ നിന്ന് വ്യത്യസ്ത നിറത്തിലുള്ള ഒരു പ്രത്യേകതരം പാനീയം പുറത്തു വരികയാണ്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ മനുഷ്യർക്കുള്ള ശമനമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും അതിൽ ചിന്തിച്ചു നോക്കുന്നവർക്ക് വമ്പിച്ച ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ കുറിച്ച് പറയുകയാണ്. അപ്പൊ തേനീച്ചയ്ക്ക് ദിവ്യബോധനം, അതിന് വീടുണ്ടാക്കാനും അതേപോലെ തന്നെ അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്ത മാർഗത്തിലൂടെ പ്രവേശിക്കാനുമൊക്കെ ബോധനം നൽകി. എന്നിട്ട് തേനീച്ചയെ കുറിച്ച് പറയുകയാണ്, അതിൻ്റെ വയറിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പാനീയമുണ്ട്, തേൻ. അത് വ്യത്യസ്ത നിറത്തിലുള്ളതാണ്. അതിൽ മനുഷ്യന് ശിഫ ഉണ്ട്, ശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയാം, മുസ്നദ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയാം, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഹദീസ് പ്രകാരമാണ്, മുഹമ്മദ് നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം. ഇന്ന മസലൽ മുഅ്മിനി കമസലിൽ നഹ്ലതി, തീർച്ചയായും ഒരു സത്യവിശ്വാസിയുടെ ഉപമ ഒരു തേനീച്ചയെ പോലെയാണ്, തേനീച്ചയുടെ ഉപമ പോലെയാണ്. സത്യവിശ്വാസി അള്ളാഹു ഈ ഹദീസിലൂടെ തേനീച്ചയോട് ഉപമിച്ചിരിക്കുകയാണ്. അകലത്തു ത്വയ്യിബൻ, എന്താ സത്യവിശ്വാസിയെ തേനീച്ചയോട് ഉപമിച്ചത്? തേനീച്ച വിശിഷ്ടമായത് മാത്രമേ തിന്നുകയുള്ളൂ. വവളഅതു ത്വയ്യിബൻ, അത് പുറപ്പെടുവിക്കുന്നതും അതായത് തിരിച്ചു നൽകുന്നതും വിശിഷ്ടമായിട്ടുള്ളതാണ്. വവഖഅതു വലം തക്സിർ വലം തുഫ്സിദ്, ആ തേനീച്ച എവിടെയെങ്കിലും ചെന്ന് പതിക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ ആ ഭാഗത്ത് മുറിവേൽപ്പിക്കപ്പെടുകയോ ആ ഭാഗം കേടുവരുത്തുകയോ ഇല്ല. അങ്ങനെയാണ് തേനീച്ചത്. നല്ലത് മാത്രം തിന്നും, നല്ലത് മാത്രം പുറപ്പെടുവിക്കും, ആരെയും ഉപദ്രവിക്കുകയില്ല, ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഒരു പരിക്കും ഉണ്ടാക്കുകയില്ല എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. 3 കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഒന്നാമത്തത്, നല്ലത് മാത്രമേ തേനീച്ച ഭക്ഷിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അകലത്തു ത്വയ്യിബൻ, ആ തേനീച്ച നല്ല വിശിഷ്ടമായത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. സത്യവിശ്വാസിയെയാണ് ഈ തേനീച്ചയോട് ഉപമിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയും ത്വയ്യിബായിട്ടുള്ളത് മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ത്വയ്യിബായത്? ഒന്നാമതായി, സ്വന്തം അധ്വാനം കൊണ്ട് തിന്നുന്ന ഭക്ഷണം, അതാണ് ത്വയ്യിബായിട്ടുള്ളത്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും ത്വയ്യിബായ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടിക്കൊണ്ട് ഭക്ഷണമോ പണമോ സ്വീകരിച്ച് കഴിക്കുന്നതല്ല, മറ്റു മാർഗത്തിലൂടെ പണം സ്വീകരിച്ച് കഴിക്കുന്നതല്ല, മറിച്ച് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ത്വയ്യിബായ ഭക്ഷണം. ഹദീസിൽ കാണാൻ കഴിയും, മാ അകല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വയം അധ്വാനിച്ചു കഴിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആരും തന്നെയില്ല. അപ്പൊ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണം. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലുഹു മിൻ അമലി യദിഹി, അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി സ്വന്തം അധ്വാനിച്ച് കഴിക്കുന്നവനായിരുന്നു എന്ന് ഈ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, കഴിവുള്ളവരെല്ലാം മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാതെ തന്നെ സ്വന്തമായി അധ്വാനിച്ച് കഴിക്കുക. അങ്ങനെ സ്വന്തമായി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഏറ്റവും വിശിഷ്ടമായ പൂക്കളിൽ നിന്ന് കഴിച്ചുകൊണ്ട് ഏറ്റവും നല്ലത് നൽകുന്നതാണ് തേനീച്ച. ആ തേനീച്ചയെ പോലെ ഏറ്റവും നല്ല രൂപത്തിൽ അധ്വാനിച്ച് കഴിക്കാൻ കഴിയണം. രണ്ടാമതായി, ത്വയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹറാം കലരാത്ത ഭക്ഷണമാണ്. ഹറാം കലരാത്ത ഭക്ഷണമാണ്. ഒരു ഉരുള നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പുവരുത്താൻ കഴിയണം. ഒരു ഉരുള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അല്പമെങ്കിലും ഈ ഉരുളയിലെ 2 മണിച്ചോറിലെങ്കിലും ഹറാം കലർന്നിട്ടുണ്ടോ എന്നത്
പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ആരുടെയെങ്കിലും തൃപ്തിയില്ലാത്ത പണം അതിലുണ്ടോ? അള്ളാഹു പറയാത്ത രൂപത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണോ ഞാൻ സമ്പാദിച്ചത്? അതിൻ്റെ അംശമാണോ ഞാൻ കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഹലാലായ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തേനീച്ച അങ്ങനെയാണ്. തേനീച്ചയുടെ റബ്ബ് ഭക്ഷണം സ്വീകരിക്കാൻ പറഞ്ഞ രൂപത്തിൽ എവിടെ നിന്നാണോ സ്വീകരിക്കാൻ പറഞ്ഞത് ആ രൂപത്തിൽ മാത്രമാണ് തേനീച്ച ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി ഈ ഹദീസിലൂടെ പഠിപ്പിച്ച തേനീച്ച നല്ലത് മാത്രമേ നൽകൂ. തേനീച്ച നല്ലത് മാത്രമേ നൽകൂ. ഏറ്റവും വിശിഷ്ടമായ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് ശമനമുള്ള, മധുരിക്കുന്ന, എല്ലാവർക്കും കൊതിയൂറുന്ന തേനാണ് തേനീച്ച നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളായ നമുക്കും മറ്റുള്ളവർക്ക് നൽകാനുള്ളത് നല്ലതു മാത്രമായിരിക്കണം. ഒരിക്കലും ഒരു മോശം മറ്റുള്ളവർക്ക് നൽകാൻ നമ്മളിൽ നിന്നുണ്ടാകരുത്. ഒരു മോശം പ്രവൃത്തി, മോശം സംസാരം, മോശം ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഫഖാല, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? എന്നിട്ട് രണ്ടാമതായി ഒരു ചോദ്യം കൂടി, വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയും ഏതാണ്? രണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? രണ്ടാമത്തെ ചോദ്യം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ഏതാണ് എന്ന് ചോദിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. ആ വ്യക്തിയെക്കുറിച്ച് ജനങ്ങൾ പറയുമ്പോൾ വല്ലാത്ത മതിപ്പാണ്. ആവശ്യക്കാരൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, സഹായം ആവശ്യം വേണ്ടവൻ്റെ സഹായം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ, അങ്ങനെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമുള്ളവനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കണം. ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ജനങ്ങൾക്കൊരു ഉപകാരവുമില്ലാത്തവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാത്തവനാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തേനീച്ചയെ പോലെ എന്തെങ്കിലും കൊടുത്താൽ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളുമായി ഇടപെടാനും ഉപകാരം ചെയ്യാനും കഴിയണം. ഹദീസിൽ രണ്ടാമത് പറയുന്നു, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, പ്രവർത്തനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം ഔ തക്ഷിഫു അൻഹു കുർബതൻ, തൻ്റെ മുസ്ലിമായ സഹോദരന് എന്തെങ്കിലും സന്തോഷം നൽകുകയോ അവനിൽ നിന്ന് വല്ല പ്രയാസം നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ കടം വീട്ടിക്കൊടുക്കുകയോ ചെയ്യൽ. ഇങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. ഏറ്റവും നല്ല പ്രവർത്തനം എന്താ? മുസ്ലിമായ സഹോദരന് സന്തോഷം നൽകിക്കൊണ്ട് ഇരിക്കുക, സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുക. അവനെ ദുഃഖിപ്പിക്കുകയല്ല, അവനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവനിൽ നിന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് നീക്കിക്കൊടുക്കുകയോ കടം വീട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെയുള്ളതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായി ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. നോക്കൂ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തേനീച്ചയെ പോലെ ആയിത്തീരുക. കൂനൂ ഫിന്നാസി കന്നഹലതി ഫിത്വയ്ർ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തേനീച്ചയെ പോലെ ആയിത്തീരുക. ഇന്നഹു ലൈസ മിനത്വയ്രി ശൈഉൻ ഇല്ലാ വഹുവ യസ്തദ്ഇഫുഹാ വലൗ യഅമലു ത്വയ്രു മാ ഫീ അജ്വാഫിഹാ മിനൽ ബറക ലം യഫ്അലു ദാലിക ബിഹാ. നിങ്ങൾ തേനീച്ചയെ പോലെ ആയിത്തീരുക. കാരണം മറ്റു പ്രാണികൾക്കിടയിൽ, മറ്റു പറവകൾക്കിടയിൽ തേനീച്ച ഒരു ദുർബലമായ ജീവിയായിട്ടാണ് മറ്റ് പറവകൾ, മറ്റു പ്രാണികൾ കാണുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആരാകണം? തേനീച്ചയെ പോലെ ആയിത്തീരണം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? അലി റളിയല്ലാഹു അൻഹു അവയുടെ വയറ്റിലുള്ള ബറക്കത്ത് മറ്റു പറവകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അവർ തേനീച്ചയെ ഒരു ദുർബലമായ, ഒരു ലൗഫുള്ള, ഒരു ലഈഫായ ഒരു ജീവിയായിട്ട് കാണുകയില്ലായിരുന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. തേനീച്ച അതിൻ്റെ വയറിൽ നിന്ന് പുറന്തള്ളുന്ന
ആ വിശിഷ്ടമായ പാനീയത്തിൻ്റെ മൻഫഅത്ത്, പ്രയോജനം മറ്റു പ്രാണികൾ, പറവകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ ഒരു ദുർബലമായ ജീവിയായി തേനീച്ചയെ കാണില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികൾ തേനീച്ചയെ പോലെയാവുക എന്നുള്ളതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ വിശിഷ്ടമായ ജീവിയുടെ നമ്മൾ നിസാരമായി കാണുന്ന, എന്നാൽ അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടി കണ്ട വിശിഷ്ടമായ ആ നല്ല ജീവിയെപ്പോലെ, ആ നല്ല ജീവിയുടെ രണ്ട് സ്വഭാവങ്ങൾ, നല്ലത് മാത്രം ഭക്ഷിക്കാനും നല്ലത് മാത്രം തിരിച്ചു കൊടുക്കാനും നമുക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപാടുകൾ, എല്ലാ കാര്യങ്ങളെയും നമ്മൾ ശരിയാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ജബ്ബാർ വൽ മുഹൈമിനിൽ ഗഫാർ വഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദുൽ ഇഖാബ്. ഉസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഹദീസിൽ തേനീച്ചയുടെ മൂന്നാമത്തെ പ്രത്യേകതയായി പറഞ്ഞത് അത് കുഴപ്പമുണ്ടാക്കുന്നൊരു ജീവിയല്ല എന്നുള്ളതാണ്. അതെവിടെയെങ്കിലും വന്നിരുന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പതിക്കുകയോ ചെയ്താൽ ആ സ്ഥലത്തിന് ക്ഷതം വരുത്തുകയില്ല. എന്നാൽ മറ്റു പ്രാണികൾ, തേനീച്ചയെ പോലുള്ള മറ്റു പ്രാണികൾ, മറ്റു ജീവികൾ, അവ എവിടെയെങ്കിലും വന്നിരുന്നാൽ ഒരുപക്ഷെ ആ സ്ഥലത്തിന് കേടുണ്ടാക്കാറുണ്ട്. ഇലയിൽ വന്നാൽ ആ ഇല വെട്ടി നശിപ്പിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനം നടത്താറുണ്ട്. പക്ഷെ തേനീച്ചയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. മറ്റ് ഈച്ചകൾ, പക്ഷികൾ വല്ല പൂവിലോ ഇലയിലോ ചെടിയിലോ ഇരുന്നാൽ അവ ഇല ഭക്ഷിക്കും, അതിന് കേടുവരുത്തും. ആ പക്ഷിയുടെ ഭാരം കൊണ്ട് ഇല ഒടിഞ്ഞു പോകുന്നത് വരെ സംഭവിക്കും. എന്നാൽ തേനീച്ചയുടെ ഭാഗത്തുനിന്ന് അപ്രകാരം സംഭവിക്കുകയില്ല. ഒരു ഹദീസിൽ കാണാം, അസ്സുബാബു കുല്ലുഹു ഫിന്നാർ ഇല്ലൻ നഹൽ. എല്ലാ പ്രാണികളും അവ നരകത്തിലാണ്, തേനീച്ച ഒഴികെ എന്ന് ഒരു ഹദീസിൽ കാണാം. ഈ ഹദീസിനെ പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. തേനീച്ച ഒഴികെയുള്ള എല്ലാം നരകത്തിലാണ് എന്ന് പറഞ്ഞു, തേനീച്ച ഒഴികെ എന്ന് പറഞ്ഞു. ഇതിനെ രണ്ടു രൂപത്തിൽ പ്രധാനമായും മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, മറ്റു പ്രാണികളെ ശിക്ഷിക്കാനല്ല അവ നരകത്തിലാണ് എന്ന് പറഞ്ഞത്, മറിച്ച് നരകവാസികളെ ശിക്ഷിക്കാൻ പാമ്പുകളും തേളുകളും ഉള്ളതുപോലെ തേനീച്ചയെ ഒഴിച്ച് മറ്റെല്ലാ ഈച്ചകളും മറ്റെല്ലാ പ്രാണികളും നരകത്തിൽ ഉണ്ടാകും എന്നതാണ് തേനീച്ച ഒഴികെ മറ്റെല്ലാം നരകത്തിലാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ അതിനെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തേനീച്ച ഒഴികെയുള്ള മറ്റു പ്രാണികളെ, മറ്റു ജീവികളെ ഉപയോഗപ്പെടുത്തുന്നു. മറ്റൊരു വ്യാഖ്യാനം, മറ്റിതര ഈച്ചകളെല്ലാം വെളിച്ചം കൊണ്ട് തീയിലേക്ക് പറന്നെത്തി കരിഞ്ഞു പോകും. തീ കാണുമ്പോൾ അതിൻ്റെ വെളിച്ചം കണ്ട് ആകൃഷ്ടരായി അതിലേക്ക് ചെന്ന് വീണ് ഈയാമ്പറ്റകൾ വീണ് മരിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. വൃത്തികേടുകൾ ഇരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും. എന്നാൽ തേനീച്ചകൾ മാത്രം അത് ചെയ്യില്ല. ശുദ്ധമായ പൂമ്പടിയും പൂക്കളിലും മാത്രമേ അത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഞാറ് എന്നതിനെ തീയോട് വിശദീകരിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നരകം പറഞ്ഞപ്പോൾ അവിടെ മനുഷ്യരെ ശിക്ഷിക്കാനാണ്, അതിനെ ശിക്ഷിക്കപ്പെടാനല്ല എന്നുള്ളത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. തേനീച്ചകൾ പൂവിനോ ഇലയ്ക്കോ ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല. അപ്രകാരം ഒരു നല്ല സത്യവിശ്വാസി, ഒരു നല്ല മുസ്ലിം മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൽ നിന്ന് നാവിനാലും അവൻ്റെ കരങ്ങളാലും സുരക്ഷിതനാകണം. ഒരു മുസ്ലിമിന് നാവ് കൊണ്ട് മറ്റൊരു മുസ്ലിമിനെ ഉപദ്രവിക്കാൻ പാടില്ല, കൈകൾ കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, നമ്മുടെ നാവിനാലും നമ്മുടെ കൈകളാലും സുരക്ഷിതരാണ് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. തേനീച്ച എന്ന നിസാരമായി കാണുന്ന ഈ ജീവിയെ ഗൗരവത്തോടുകൂടി എടുത്തുകൊണ്ട് ആ തേനീച്ചയെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ച ഹദീസിലെ 3 തേനീച്ചയുടെ പ്രത്യേകത: നല്ലത് തിന്നുക എന്നുള്ളതും തിരിച്ച് നല്ലത് കൊടുക്കുക എന്നുള്ളതും, ആരെയും ഉപദ്രവിക്കുവാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല എന്നുള്ളതും, എല്ലാവർക്കും നന്മയും നല്ലതും ചെയ്തു കൊടുക്കുക എന്നുള്ള ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുള്ളൊരു ജീവിതം നമ്മൾ നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാനും, ഏതൊരു കാര്യം ദീനായി മനസ്സിലാക്കിയാൽ, പ്രമാണമായി മനസ്സിലാക്കിയാൽ ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയുമായി ഇതുവരെയുള്ള ജീവിതത്തിൽ രാപ്പകലുകളിൽ ഷാജിൻ്റെ ദുർബോധനങ്ങൾക്ക് വശംവദരായിക്കൊണ്ട്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പലതരത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹുവെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. റബ്ബേ, നീ ഗഫൂറാണ്, നീ ഗഫാറാണ്. റബ്ബേ, നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണമേ. അള്ളാഹുവെ, ശിഷ്ടകാലം പാപമുക്തമായ ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുവെ നീ എല്ലാം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, വീട്ടിൽ കഴിയുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹുവെ നീ ശിഫ നൽകണമേ. അള്ളാഹുവെ, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തിരക്ഷിക്കണമേ. അള്ളാഹുവെ, നിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, നമ്മുടെ ദഅവാ പദ്ധതികളെല്ലാം നീ വൻ വിജയമാക്കി തീർക്കണമേ. അള്ളാഹുവെ, അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.